നമസ്കാരം. ലോകത്തിനാകെ ആശങ്ക പടർത്തി പശ്ചിമേഷ്യൻ യുദ്ധം 8ാം ദിവസമാണ്. ഇറാനിൽ മരണസംഖ്യ 1332ആയി. ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഇന്ന് പ്രഖ്യാപിച്ചപ്പോൾ യുദ്ധത്തിന് അയവ് വരുന്നതിന്റെ സൂചനയോ എന്ന് സംശയിച്ചു. പിന്നാലെ എത്തി ട്രംപിന്റെ ഭീഷണി. ലക്ഷ്യം ഇറാന്റെ സമ്പൂർണ്ണ നാശം. കീഴടങ്ങിയില്ലെങ്കിൽ ഇറാന്റെ അന്ത്യം ഉറപ്പ്. ഇനിയുള്ള മണിക്കൂർ രൂക്ഷമായ ആക്രമണമെന്നും മുന്നറിയിപ്പ്. നരകത്തിലേക്ക് തുരത്തപ്പെടുന്ന ഇറാൻ ക്ഷമാപണം നടത്തി അയൽക്കാരോട് കീഴടങ്ങിയെന്ന് പരിഹസിച്ചുകൊണ്ടാണ് സമ്പൂർണ്ണ നാശത്തിന് ട്രംപ് ആഹ്വാനം ചെയ്യുന്നത്. ഇറാനിലും ലബനനിലും ഇസ്രയേലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ട്രംപും നെതന്യാഹുവും മരണം വിധിക്കുമ്പോഴും കീഴടങ്ങില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കൂടുതൽ ആക്രമണം പ്രഖ്യാപിച്ചു. ഇറാന്റെ ചെറുത്തുനിൽപ്പിന്റെ ആയുസ് എത്ര? ഇന്നത്തെ രാത്രി നിർണായകമോ? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ PJ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ, രഘുനാഥ് നായർ, റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ, സജിമോൻ ആന്റണി, അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്. ഇറാന്റെ സമ്പൂർണ്ണ നാശമാണ് ലക്ഷ്യമെന്ന് ആവർത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇന്നത്തെ രാത്രി നിർണായകമെന്ന് പറയുന്നു. ഇറാൻ വിൽ ഹിറ്റ് ഹാർഡ് ടുഡേ എന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്നത്തെ ദിവസം 2 പ്രസ്താവനകൾ, ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്ന സർവനാശ സൂചന നൽകുന്ന പ്രസ്താവനയും ഈ യുദ്ധമൊന്ന് മയപ്പെടുത്തിക്കൊണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവനയും, അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് തങ്ങൾ ഇനി ആക്രമണം നടത്തില്ല, സെലക്ട് കേന്ദ്രങ്ങളിലേക്ക് മാത്രമാണ് ആക്രമണം, ഒരു ക്ഷമാപണ രൂപത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ്റെ ഒരു പ്രസ്താവനയും, ഈ രണ്ടിൻ്റെയും ഒരുമിച്ച് ചേർത്ത് വേണം എന്ന് വായിക്കാൻ. അതായത് യഥാർത്ഥത്തിൽ എസ്കലേറ്ററി മോഡിലേക്കാണ് കഴിഞ്ഞ ഒരാഴ്ച, ഇപ്പോൾ ഒരാഴ്ച തികയുന്നു, കഴിഞ്ഞ ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയോടടുപ്പിച്ചാണ് ആക്രമണം തുടങ്ങിയത്. ഒരാഴ്ച പിന്നിട്ട ആ യുദ്ധത്തിൽ ഒരു എൻഡ് ഗെയിം പോളിറ്റിക്സ് അടുത്തോ എന്നതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ കീഴടങ്ങാൻ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. കീഴടങ്ങിയില്ല എങ്കിൽ അതിഭീകരമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ആകാശത്ത് നിന്ന് പറന്നിറങ്ങും. പക്ഷേ ഇത് ഇറാൻ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയല്ലേ? ആകാശത്ത് നിന്ന് അതിശക്തമായ ആക്രമണം ഉണ്ടാകും, പക്ഷേ കരയിലാണ് തങ്ങളുടെ ശക്തി എന്ന് ആവർത്തിച്ച് പറയുന്ന രാജ്യമല്ല ഇറാൻ. അതുകൊണ്ട് ഏത് നിമിഷവും ഒരു കരയാക്രമണത്തിനുള്ള ഒരു സന്നദ്ധത ഇറാൻ പ്രകടിപ്പിക്കുന്നു. പക്ഷേ അതിന് മുൻപ് തന്നെ കീഴടങ്ങണം എന്ന നിബന്ധനയാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഒരു ഡെത്ത് ടു അമേരിക്ക എന്ന ഇറാൻ്റെ ചാൻറ്റിങ്ങിന് ബദലായി ഡെത്ത് ടു ഇറാൻ എന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഏതാണ്ട് ഉറച്ചു പറയുകയാണ്. ഇവിടെ അഫക്റ്റഡ് ആകുന്ന ജനങ്ങളാണ് ഇറാൻ്റെ 9 കോടി ജനങ്ങൾ. ഇറാൻ്റെ ഇൻസ്റ്റലേഷൻസ്, ഇറാൻ്റെ ഈ സർഫസിൽ കാണുന്ന, ഉപരിതലത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഹൈലി അറ്റ് സ്റ്റേക്കാണിപ്പോൾ. നോക്കൂ, ഒരു സമീപ ഭൂതകാലത്ത് ഒരു രാജ്യത്തിനും പൂർണ്ണമായി കരയുദ്ധത്തിലൂടെ മറ്റൊരു അയൽ രാജ്യത്തെയോ മറ്റ് ദൂരെയുള്ള രാജ്യത്തെയോ പൂർണ്ണമായി പരാജയപ്പെടുത്താനാവില്ല എന്നത് ഉക്രൈൻ യുദ്ധത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. അതേപോലെ ഗാസ യുദ്ധത്തിൻ്റെയും സാക്ഷ്യപത്രമാണ്. കേവലം 368 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഗാസയുടെ മുക്കും മൂലയും അരിച്ചു പെറുക്കാനുള്ള കപ്പാസിറ്റി ഇസ്രായേൽ ഉണ്ടായിട്ട് പോലും പൂർണ്ണമായി കീഴടക്കാനായില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു കരയുദ്ധമൊക്കെ ഒരു പക്ഷേ ഇറാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാവാം. വലിയ നാശനഷ്ടങ്ങളുണ്ടാകും, ശരിയാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഇപ്പോഴത്തെ അവശേഷിക്കുന്ന ഭരണകൂടത്തിന് ഈ രൂപത്തിൽ തുടരണമെങ്കിൽ ഒരു കരയുദ്ധം വഴി നീട്ടിയെടുക്കുന്ന ആയുസ് മാത്രമായിരിക്കും ഇറാനുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്ത്രങ്ങളും മറുതന്ത്രങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കാര്യങ്ങൾ. ശരി, ശ്രീ രഘുനാഥ് നായർ, യുദ്ധത്തിന്റെ ഏത് സാഹചര്യത്തിലാണ് ആദ്യം മുതൽ തന്നെ അമേരിക്കയ്ക്ക് തിരിച്ചടി എന്ന നിലയിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഉള്ള രാഷ്ട്രങ്ങൾക്ക് നേരെ ഇറാൻ പ്രഖ്യാപിച്ച ആക്രമണം, അത് ഒരു ഘട്ടത്തിൽ വേണ്ട എന്ന് വെക്കുന്നു, ആ രാജ്യങ്ങളോട് ഞങ്ങൾ ക്ഷമാപണം നടത്തുന്നു എന്ന് യുദ്ധമുഖത്തുള്ളൊരു രാഷ്ട്രം പറയുന്നത് ഏത് സാഹചര്യത്തിലായിരിക്കും? അതൊരു കീഴടങ്ങലാണോ, തന്ത്രപരമായ നീക്കമാകും? അത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ ശക്തമായ തന്ത്രപരമായ ഒരു നീക്കം തന്നെയാണ്. അതിന്റെ കാരണം, സാധാരണഗതിയിൽ ഒരു യുദ്ധം തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഫോളോ ചെയ്തവർക്ക് കൃത്യമായിട്ട് അറിയാം, ആദ്യം നടത്തുന്നത് ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്കാണ്. പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെയും, അതായത് ഒരു അറ്റാക്ക്, ഇങ്ങോട്ട് ഒരു അറ്റാക്ക് ചെയ്യാനുള്ള ശേഷി നശിപ്പിക്കുക എന്നുള്ളതാണ് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക്. അപ്പൊ ഇത്
ഒരു കൺവെൻഷണൽ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്കിൽ വരുന്നില്ല എന്നുണ്ടെങ്കിലും ഇറാന്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ അമേരിക്കയുടെ ശക്തമായ സൈനിക താവളങ്ങളുണ്ട്, ശക്തമായ പ്രസൻസ് ഉണ്ട്. അപ്പം വളഞ്ഞ് 4 ചുറ്റൊന്നും ഇറാനെ പിന്നെ അമേരിക്ക ഒന്നിച്ച് ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എല്ലാ താവളങ്ങളിൽ നിന്നും ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ ഒരു പോസിബിലിറ്റിയെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ ആദ്യമേ തന്നെ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തിയതാണ്. എവിടെ നിന്നൊക്കെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ ആ രാജ്യങ്ങളിലേക്കെല്ലാം കുറെ മിസൈൽ അങ്ങോട്ട് വിട്ടിട്ട്, അല്ലെങ്കിൽ കുറെ ഡ്രോണുകൾ വിട്ടിട്ട് ആ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ രാജ്യങ്ങൾ തന്നെ അമേരിക്കയോട് പറയണ ഇനിയിപ്പം ലേലുള്ളൂ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അറ്റാക്ക് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോസിബിലിറ്റി ഇറാൻ ബ്ലോക്ക് ഔട്ട് ചെയ്തതാണെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഇപ്പൊ സംഭവിച്ചത് തന്നെയാണല്ലോ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കുറെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ട്രേഡ് അവിടെ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നത് ഭയങ്കര ഭീമമായ നഷ്ടമാണ് സാമ്പത്തികമായിട്ടും. അപ്പം ഈ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ഏറ്റവും ആദ്യം ബാധിക്കുന്ന രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളാണ്. നമ്മൾ ഇതിനു മുമ്പ് 2008 കണ്ടതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവരെ ഭയപ്പെടുത്തി ഇവിടെ നിന്ന് ഒരു ആക്രമണത്തിനുള്ള പോസിബിലിറ്റി റൂൾ ഔട്ട് ചെയ്യുക, അതായിരുന്നു അവർ ആദ്യത്തെ സ്ട്രാറ്റജി. അപ്പൊ അത് അവർ അച്ചീവ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇറാൻ പറഞ്ഞു നമ്മളെല്ലാം ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്, ഞാൻ നിങ്ങളെ ആക്രമിച്ചത് തെറ്റായിപ്പോയി, ഇനി ആക്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഒന്നിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു മോട്ടിവേഷൻ കൂടെയാണത്, ഒരു ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ കൂടെയാണ്. അങ്ങനെ തന്ത്രപരമായ ഒരു സ്ട്രാറ്റജി തന്നെയാണെന്നാണ് എന്റെ ശക്തമായ തന്ത്രപരമായ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ശ്രീ രഘുനാഥ് നായർ, അതിനകത്ത് ചില ക്ലാരിറ്റി കുറവുകൾ കൂടിയുണ്ടോ? കാരണം ഇത് ഇങ്ങനെ ആക്രമണം നടത്തുമെന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇറാൻ പറയുന്നത് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ഞങ്ങൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും നടത്തില്ല എന്ന് പറയുന്നു. ഞങ്ങൾക്കെതിരായ ആക്രമണം ഉണ്ടാകുന്നില്ല എങ്കിൽ അതുവരെ ആക്രമണം ഉണ്ടാകില്ല എന്നൊരു സന്ദേശമാണ് നൽകുന്നത്. അത് തന്നെ അവിടുത്തെ സൈനിക വൃത്തങ്ങൾ സൈനിക വക്താവ് വ്യാഖ്യാനിക്കുന്നത് മറ്റൊരു രീതിയിലാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആക്രമിക്കാത്തിടത്തോളം കാലം മാത്രമായിരിക്കും ആ ഒരു പരിഗണന ലഭിക്കുക എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തതയില്ലാതെ ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ ഒപ്പം നിർത്താനുള്ള ഒരു ചെറിയ തന്ത്രം പ്രയോഗിച്ചു എന്ന് മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതിയോ? അല്ല, ഇത് വളരെ വ്യക്തമാണല്ലോ, വളരെ വ്യക്തമാണ്. അതായത് പിന്നെ നിങ്ങൾ എന്നെ ചൊറിയാത്തടത്തോളം കാലം ഞാൻ നിങ്ങളെ ചൊറിയില്ല. വളരെ സിമ്പിൾ. ഞാനിപ്പോ ചൊറിഞ്ഞു, കാരണം അതിനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ആക്രമിച്ചു. ഇനി ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ഞാൻ ആക്രമിക്കുന്നില്ല. നമ്മൾ അയൽ രാജ്യങ്ങളാണ്, ഇത് രണ്ടുപേരും പുറത്തുനിന്ന് വന്നവരാണ്. നമ്മൾ അയൽ രാജ്യങ്ങളെ നമുക്ക് സമാധാനമായിട്ട് കഴിയണം. ഇനി ഞാൻ നിങ്ങളെ ആക്രമിക്കില്ല, പക്ഷേ നിങ്ങൾ എന്നെ ആക്രമിക്കരുത്. അപ്പൊ നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം എന്നുള്ള വളരെ വ്യക്തമായ കൃത്യമായ ഒരു മെസ്സേജ് അല്ലേ കൊടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, വേറെ ഒരു വാർത്തകളും ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ഇപ്പൊ മൂന്നാമതൊരു പിന്നെ വിമാനവാഹിനി കപ്പൽ യുദ്ധമുഖത്തേക്ക് വരുന്നു എന്നുള്ള ഒരു വാർത്തയും ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പരമാവധി ഈ പ്രൊപ്പഗണ്ടയാണ്. അതേ സമയത്ത് മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു, അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ പുറത്തേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ഡിഫെൻസീവിലാകുന്നു എന്നുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അമേരിക്ക കൂടുതൽ ഒഫൻസീവ് ആകുന്നു എന്നുള്ള വാർത്തയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ബേസിക്കലി പ്രൊപ്പഗണ്ട ധാരാളമായിട്ടുണ്ട്. അത് രണ്ട് ഭാഗവും അങ്ങേയറ്റം പ്രൊപ്പഗണ്ട അഴിച്ചുവിടും. പറയുന്നതിൽ നമ്മളൊരു 50% എടുത്താൽ മതി. ഈ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റും നിങ്ങളെ ആക്രമിക്കില്ല എന്ന് പറയുന്നത് നമ്മൾ വി കനോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. എന്തെങ്കിലും കാരണവശാൽ ഇവിടുന്ന് ഒരു പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ ഇറാൻ തീർച്ചയായിട്ടും അവിടത്തേക്കും ആക്രമണം നടത്തും. അത് വളരെ വ്യക്തമായ ഒരു മെസ്സേജ് ആണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി. An Iranian armed force spokesperson seemed to be qualify its meaning heavily by saying strikes against the US and Israel assets will continue so far. We have targeted every base that was the origin of aggression against Iran and we remain committed to this matter. Countries that have not provided space and facilities to the United States and the Zionist regime have not been our target so far and will not be targeted in the future. അതായത് ബേസ് ഇല്ലാത്ത രാഷ്ട്രങ്ങൾ എന്ന നിലയിലാണ് സൈന്യം ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് ഇറാനിനുള്ളിൽ തന്നെ ഈ ആക്രമണങ്ങൾ എങ്ങനെ വേണമെന്നത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്തയെ, പെഷസ്കിയാന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ഇപ്പോഴും ഞാൻ വളരെ ശക്തമായിട്ട് പറയുന്നത് അതൊരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ്. ഇവിടെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പം ഞങ്ങൾ വായിച്ച സ്റ്റേറ്റ്മെന്റ് പോലും വളരെ ക്ലിയർ ആണല്ലോ. ഞങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുള്ള അല്ലെ അമേരിക്കയുടെ ബേസുള്ള രാജ്യങ്ങളെയാണ് ഞങ്ങളെ ആക്രമിച്ചത്.
അതൊരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ആയിരുന്നു എന്നുള്ളത് പറയാതെ പറയുന്നുണ്ട്. അതേസമയത്ത് ഞങ്ങളെ ആക്രമിക്കാൻ സാധ്യതയില്ലാത്ത, അമേരിക്കയുടെ ബേസ് ഇല്ലാത്ത രാജ്യങ്ങളെ ഞങ്ങൾ തൊട്ടിട്ടില്ല, ഇനി തുടർന്നുമില്ല എന്ന് അത് വളരെ ക്ലിയർ ആണെന്നുള്ളതാണ്. ശരി, ക്ലിയർ മെസ്സേജ് ആണ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ശ്രീ സജിമോൻ ആന്റണി, നോക്കൂ, എന്താണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്ന സംശയം ഇപ്പോഴും തുടരുകയാണ്. ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് തോന്നിയ ഒരു ചുരുക്കം നിമിഷങ്ങൾ, ഈ 8 ദിവസത്തിനിടയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു പെഷസ്ക്യാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഗൾഫ് മേഖലയിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകില്ല, ഞങ്ങൾ ചെയ്തതിന് ക്ഷമ ചോദിക്കുന്നു എന്ന ഒരു പ്രസ്താവന. അതായത് 8ാം ദിവസം ഈ യുദ്ധത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അയവ് വരുമോ എന്ന് തോന്നിയ സാഹചര്യം. അവിടെ അങ്ങേയറ്റത്തെ പരിഹാസമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മിഡിൽ ഈസ്റ്റിലെ ലൂസറായി മാറി ഇറാൻ എന്ന് പരിഹസിച്ചുകൊണ്ട് അവിടെ ഇന്നത്തെ ദിവസം നിർണായകമാണ്, ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് ഇറാനെ നിർണയിക്കും എന്ന ഭീഷണി ട്രംപ് മുഴക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു തരത്തിലും ഒരു സമാധാനത്തിലേക്കും കാര്യങ്ങൾ എത്തരുത് എന്ന വാശിയാണോ ട്രംപിന്? റണിക, സൂര്യൻ ഉദിക്കുന്നത് ഏകദേശം ഒരേ സമയത്താണെങ്കിലും നമ്മൾക്കൊക്കെ ഫീൽ ചെയ്യുന്നത് ഡിഫറെന്റ് ടൈമിലാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ കാലത്ത് എണീറ്റ് വരും, നിങ്ങൾക്ക് സൂര്യ അസ്തമയത്തിലേക്ക് പോവുകയാണ്, റൈറ്റ്? എന്ന് പറഞ്ഞ പോണക്ക് ഈ യുദ്ധത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സ്ട്രാറ്റജി ഡിഫറെന്റ് ആണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഇറാന്റെ കയ്യിൽ ചില മാർഗങ്ങൾ, അല്ലെ ചില സ്ട്രാറ്റജി, ചില തന്ത്രങ്ങളുണ്ട്. അതിനെ എങ്ങനെ ഔട്ട് ബീറ്റ് ചെയ്യാമെന്നാണ് അമേരിക്കയും ഇസ്രായേലും നോക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 8 ദിവസം കഴിയുമ്പോൾ ഏകദേശം 1400-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു. അതിനകത്തൊരു 99% അല്ലെങ്കിൽ 98% ഇറാനിൽ നിന്നാണ്. ഹെവി ബോംബാർഡ്മെന്റ് ചെയ്ത് ഇറാനെ നിഷ്പ്രഭമാക്കുന്ന ആ ഒരു സ്ട്രാറ്റജിയിൽ പോയി. ഇന്ന് കാലത്ത് നമ്മൾ ഇവിടെ കാലത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വൈകുന്നേരം കേൾക്കുന്നത് ഇറാന് ഇൻഡയറക്ട്ലി ഒരു ക്ഷമാപണം അയൽ രാജ്യങ്ങളോട് ചെയ്യുകയും നമ്മൾ സുന്നി ഷിയ എന്നുള്ള ഡിഫറൻസ് ഒന്നും ഇല്ലാതെ, അത് പറയാതെ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ്, അമേരിക്കയും ഇസ്രായേലും വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ്, അപ്പൊ അതുകൊണ്ട് അത് വേറെ ഒരു കാര്യമാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു ആഹ്വാനം ചെയ്യുകയും, എന്നാൽ അതിന് മറുപടിയായിട്ട് അമേരിക്കയും ഇസ്രായേലും എന്താണ് പറയുന്നത്? അതിശക്തമായ ഇതുവരെ കാണാത്ത അടുത്ത സ്ട്രൈക്ക്, വേവ് ഓഫ് ക്യാമ്പയിന് ഒഫൻസീവായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എന്ന് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ ആളുകൂടിയാണ്. അപ്പം എതിരാളി വീക്ക് ആണെന്ന് കാണുവാണെങ്കിൽ അദ്ദേഹം ഒന്നുകൂടെ ഇറുക്കി പിടിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്നുള്ളത്. അപ്പം ഇറാൻ വീക്ക് ആയതിന്റെ ഒരു ലക്ഷണമാണ് അയൽ രാജ്യങ്ങളോട് മാപ്പ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെ കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ അതേസമയം എന്തുകൊണ്ട് ഇറാൻ അത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് സഹപാനലിസ്റ്റ് പറഞ്ഞു പോണെങ്കിൽ തന്നെ അവിടെ ഒരു റീജിയണൽ കോയിലേഷൻ ഉണ്ടാക്കുകയും പലപ്പോഴും അവർ ആ ഒരു സെന്റൻസ് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യമുണ്ട്. പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് വിശകലനം ചെയ്യുമ്പോഴും അമേരിക്കയിലും യൂറോപ്പിൽ ഇരുന്ന് വിശകലനം ചെയ്യുമ്പോഴും പലപ്പോഴും ഞാൻ പറയും, നോക്കിയേ സൗദി, ഖത്തർ, അവിടെയുള്ള സ്ഥലങ്ങൾ, ദുബായ് ഒക്കെ നോക്കിക്കേ, അവിടെയൊക്കെ അയൽ രാജ്യങ്ങളിൽ ഇറാനിലും അല്ലെങ്കിൽ ഇറാഖിലും അല്ലെങ്കിൽ ലിബിയയിലും സിറിയയിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പം എന്തുകൊണ്ട് അവർ അങ്ങോട്ട് കയറ്റണില്ല? ഇവരെല്ലാം എക്സ്പോർട്ട് ചെയ്തിട്ട് യൂറോപ്പിലേക്ക് വിടുന്നത്, അമേരിക്കയിലേക്ക് വിടുന്നത്. സോ ദേ ആർ എക്സ്പോർട്ടിംഗ് ദ പ്രോബ്ലം എന്നൊരു കമന്റ് പറയുമായിരുന്നു, റൈറ്റ്? അപ്പൊ അതിനൊരു മറുപടിയായിട്ട് ആ 12 രാജ്യങ്ങൾക്കും ഒരു മെസ്സേജ് കൂടെയാണ്, അയൽവക്കത്തെ പ്രശ്നം അയൽവക്കത്തെ മാത്രമായിരിക്കത്തില്ല, അവർക്കൂടെ ആയിരിക്കും ഒരു പ്രോബ്ലം എന്നുള്ളൊരു ഉദാഹരണമായിരുന്നു. കാരണം ഇതുവരെ ഗൾഫ് കൺട്രീസ് കംപ്ലീറ്റ് ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കംപ്ലീറ്റ് കണ്ണടച്ചുകൊണ്ടുള്ള ഒരു അവരുടെ ഒരു ബോർഡർ വെച്ചിട്ട് ആ ബോർഡർ വളരെ സെക്യൂർ ആണ്, സേഫ് ആണ് എന്നുള്ള രീതിയിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അയൽവക്കത്തേക്ക് ഇടപെടാതെ, ഡയറക്റ്റ് ആയിട്ട് ഇടപെടാതെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. മേ ബി അതിന് ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ഇനി മൂവിംഗ് ഫോർവേഡ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, വേൾഡ് കംപ്ലീറ്റ്ലി ഇപ്പൊ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ലോകം എന്ന് പറയുന്നതിന് പകരം എല്ലാവരും പറയാനായിരിക്കുന്നത് ഞാൻ, എന്റെ രാജ്യം, എന്റെ ലോകം എന്ന് മാത്രമാണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിലാണ് യൂറോപ്പ് ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ആ സ്ട്രാറ്റജികൾ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സംഹൗ ലോകത്തിൽ ഇന്നൊരു അഡൾട്ടിന്റെ കുറവുണ്ടോ എന്നൊരു സംശയവും ഉണ്ട്, ഞാൻ ഇൻഡിപെൻഡന്റ്ലി പറയുകയാണെങ്കിൽ. കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പം ഒരു അഡൾട്ട് വരും, അവരാണ് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ രണ്ട് സൈഡിലും ഒന്ന് സംസാരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരാളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മിസ്സിങ് എന്താ പറയുക, ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ലോകത്തിന് മിസ്സാവുന്നു എന്നുള്ളതോടെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നിന്ന് പറയുമ്പം ഇതാണ്, ആദ്യമുള്ള ഇന്റൻസീവ് സ്ട്രൈക്ക് കഴിഞ്ഞ് സെക്കൻഡ് ലെയർ അവർ ഇൻലാൻഡ് ഇറാനിലേക്ക് കടന്നു വന്ന് ഇൻക്ലൂഡിംഗ് പോലീസ് സ്റ്റേഷൻ പോലെയുള്ള സെക്കൻഡ് ആയിട്ടുള്ള തന്ത്രപ്രധാനമായ സെന്ററുകളുടെ അടിച്ച് തകർക്കുകയാണെങ്കിൽ ഈ ഒരു അഡ്മിനിസ്ട്രേഷനിൽ നിഷ്പ്രഭമാക്കാൻ പറ്റും എന്നുള്ളൊരു തിങ്കിങ്ങിലാണ് പോകുന്നത്. കുർദിനെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ട്ലി ആഹ്വാനം ചെയ്യുന്നുണ്ട്.
come and grab, this is a great opportunity, this is a once in a lifetime opportunity for you എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്തുമാത്രം സക്സസ്ഫുൾ ആകും എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇറാൻ ഇൻഡയറക്ട്ലി അമേരിക്കയും ഇസ്രായേലിനെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്, കം ആൻഡ് ഗ്രാബ് മീ, ഇൻലാൻഡിലേക്ക് വരൂ, കരയുദ്ധത്തിലേക്ക് വരൂ എന്നുള്ള രീതിയിൽ. എന്നാൽ അത് എന്തുമാത്രം ഇതാകും എന്നുള്ള ആ വിളി അമേരിക്ക എന്തുമാത്രം സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അമേരിക്കയുടെ ശക്തി കുറവായതുകൊണ്ട്, സ്ട്രെങ്ത് കുറവായതുകൊണ്ടോ അല്ല, പക്ഷെ കാലം തെളിയിച്ചിരിക്കുന്നത് അത് ഇസ്രായേൽ ഗാസ പ്രശ്നമാണെങ്കിലും പാലസ്തീൻ പ്രശ്നമാണെങ്കിലും അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോണക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെ ഒരാഴ്ച കൊണ്ട് തീർന്നില്ല. ഈവൻ റഷ്യയും യുക്രൈനുമായിട്ടുള്ള ഇതാണെങ്കിൽ നമ്മൾ വിചാരിച്ചു ആദ്യം ഒരു മാസം കൊണ്ട് തീരുമെന്ന് വിചാരിച്ചു, അതിപ്പോ 4 വർഷം കഴിഞ്ഞു. അപ്പൊ പലപ്പോഴും തുടങ്ങുന്ന പോലെ എളുപ്പമായിരിക്കത്തില്ല അതുകൊണ്ട് കരയുദ്ധം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പോലും ട്രംപിന്റെ ലക്ഷ്യങ്ങൾ എന്ത് എന്നത് ദുരൂഹമായി ഇപ്പോഴും തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീ PJ വിൻസെന്റ്, നോക്കൂ, അൺകണ്ടീഷണൽ സറണ്ടർ ആണ് ഇറാനോട് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ട്രംപ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് അൺകണ്ടീഷണൽ സറണ്ടർ ആണ്. അവിടെ ഇറാൻ ഈ യുദ്ധം തുടങ്ങി 8ാം ദിവസം അവരുടെ തിരിച്ചുപോക്ക് പ്രകടിപ്പിക്കുകയാണോ? അവക്കാകെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിഞ്ഞത് അമേരിക്കയുടെ ബേസ് ഉള്ള രാഷ്ട്രങ്ങൾക്ക് നേരെ നടത്താൻ കഴിഞ്ഞ ആക്രമണമാണ്. അത് തെറ്റായി പോയി എന്ന് ഇറാൻ സമ്മതിക്കുമ്പോൾ അത് ഒരു പിൻവലിയലാണോ? അല്ല, ഇറാൻ ഒരു ശക്തി കുറഞ്ഞ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്കയോടും മേഖലയിലെ സൈനിക സൂപ്പർ പവറായ ഇസ്രായേലിനോടുമായിട്ടാണ് അവർ ഏറ്റുമുട്ടുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് സാമ്പ്രദായികമായ യുദ്ധതന്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സമീപനം അവർക്ക് സ്വീകരിക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആ മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ നിർണായകമായ തകർക്കാനും അവർക്ക് സാധിച്ചു. ഇപ്പോൾ ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ താഡ് ഡിഫൻസ് സിസ്റ്റം മില്യൺസ് ഓഫ് ഡോളേഴ്സ് വിലമതിക്കുന്ന ഒരു സംവിധാനമാണ്. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം ആണ്. അത് ഉയർന്ന ആ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ റഡാറുകൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു. അതുപോലെ സൗദി അറേബ്യയിലെ റിയാദിൽ അമേരിക്കയുടെ എംബസി തകർത്തു, അവർ എംബസി അടച്ചുപൂട്ടി. കുവൈറ്റിലെ എംബസി അടച്ചുപൂട്ടി. അവരുടെ വിവിധ താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു. നിലവിൽ 14 രാജ്യങ്ങളാണ് ഇറാന്റെ ആക്രമണത്തിന് വിധേയമായത്. അതിൽ സാമ്പ്രദായികമായ ശത്രു രാജ്യങ്ങൾക്ക് പുറമെ, സാമ്പ്രദായികമായ ശത്രു രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഗൾഫ് മേഖലയിലെ അറബ് രാജ്യങ്ങൾ പൊതുവിലും സൗദി അറേബ്യ വിശിഷ്യ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനുമായിട്ട് ശീതയുദ്ധത്തിലാണ്. അതിൽ സൗദി അറേബ്യ ഇറാൻ ശീതയുദ്ധം വളരെ കഠിനമായ തലത്തിലാണ് കഴിഞ്ഞ 47 വർഷമായി നിലനിൽക്കുന്നത്. അതുപോലെ മറ്റു രാജ്യങ്ങൾക്കും, ഗൾഫിലെ മറ്റു രാജ്യങ്ങൾക്കും, ഗൾഫിലെ 6 രാജ്യങ്ങൾക്കും സമാനമായ ആശങ്കയുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, ഒമാനൊക്കെ. കാരണം എന്താ വെച്ചാൽ ഈ രാജ്യങ്ങൾക്ക് എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് വഴിയേ സാധിക്കുകയുള്ളൂ. ഹോർമൂസ് കടലിടുക്ക് എപ്പോൾ വേണമെങ്കിലും നിയന്ത്രിക്കാനുള്ള ശേഷി ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയുടെ മേലെ ഒരു ഡെമോക്രസിന്റെ വാള് പോലെയാണ് ഇറാൻ എപ്പോഴും നിൽക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സാമ്പത്തികമായ ശക്തി, സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും എന്നത് ഇറാന്റെ വലിയ ഒരു ശക്തിയാണ്. അതോടൊപ്പം ഈ രാജ്യങ്ങളെ അപേക്ഷിച്ച് വലിയ സൈനിക ശേഷി ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ അറബ് രാജ്യങ്ങളും സൗദി അറേബ്യയും എപ്പോഴും ഭീതിയോടുകൂടിയാണ് ഇറാനെ നോക്കിക്കണ്ടത്. അതിന് പുറത്ത് സൈപ്രസ് ആക്രമിക്കപ്പെടുന്നു, ടർക്കി ആക്രമിക്കപ്പെടുന്നു, അസർബൈജാൻ ആക്രമിക്കപ്പെടുന്നു. സുന്നി ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാഖിലേക്കും ഇറാന്റെ ആക്രമണം ഉണ്ടാവുന്നു. അപ്പോൾ ആ മേഖലയിലെ 14 രാജ്യങ്ങളിലേക്ക് അവർ മിസൈൽ ആക്രമണം നടത്തി. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, സ്വന്തം രാജ്യത്തിലെ പരമോന്നത നേതാവിനെ പോലും സംരക്ഷിക്കാൻ അവർക്ക് പറ്റുന്നില്ല. മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ശേഷി ഇറാനുണ്ട്. അവരുടെ പരമോന്നത നേതാവിനെ ആദ്യ അറ്റാക്കിൽ തന്നെ നഷ്ടമാവുകയാണ്. അതിനുശേഷം അവർ ചെയ്ത നടപടികളാണ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചത്. അതാണ് ഇന്ന് പെഷസ്കിയാൻ പറയുന്നത്, ഐ ഡീം ഇറ്റ് നെസസറി ടു അപ്പോളജൈസ് ടു ദ നെയ്ബറിംഗ് കൺട്രീസ് ദാറ്റ് വെയർ അറ്റാക്ട് എന്ന് പറയുമ്പോൾ അവർ കുറ്റസമ്മതം നടത്തുന്നതിന് തുല്യമല്ലേ അത്? തങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്ന് കണ്ടുകൊണ്ടല്ലേ പെഷസ്കിയാൻ ആ ക്ഷമാപണം നടത്തുന്നത്? സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണോ ആക്രമിക്കപ്പെട്ടത്? അല്ല.
എണ്ണ ശുദ്ധീകരണശാലകൾ, ജനവാസ മേഖലകൾ പോലും ലക്ഷ്യമിട്ട് നടന്ന ആക്രമണമാണ്. ആ നീക്കം തെറ്റായി പോയി എന്ന് ഇറാൻ തന്നെ സമ്മതിക്കുമ്പോൾ അവരുടെ ആകെയുള്ള പ്രതിരോധം വഴിതെറ്റി എന്നത് വ്യക്തമാവുകയാണ്. അല്ല, അതൊരു ചാവേറ്റ് പടയുടെ യുക്തി മാത്രമേ അതിന് പിന്നിലുള്ളൂ. അത് ഇറാന്റെ സൈനിക പ്രതിരോധ മന്ത്രി പറയുകയുണ്ടായി. ഞങ്ങള് തകർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന കൂട്ടത്തിൽ നിങ്ങളെയും കൂടെ കൊണ്ടുപോകും എന്നുള്ളതാണല്ലോ ഈ ചാവേറിന്റെ ഒരു യുക്തി. അപ്പോൾ അവരുടെ പരമോന്നത നേതാവ് കൊല ചെയ്യപ്പെട്ടപ്പോൾ വന്ധ്യവയോധികനായ ഒരു മനുഷ്യനാണ് ആയത്തുള്ള അലി ഖംനേയി. അതിനോടുള്ള വൈകാരികമായ പ്രതികരണമായിരുന്നു ചുറ്റുവട്ടമുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും മിസൈൽ പായിക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു രാജ്യത്തിന് മറ്റ് പല രാജ്യങ്ങളെയും പല നഗരങ്ങളെയും ഒക്കെ ആക്രമിക്കാൻ സാധിക്കും. പക്ഷേ സ്വന്തം രാജ്യത്തിലെ പൗരന്മാരെ, നഗരങ്ങളെ, സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങളെ, പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ സംരക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഒരു രാജ്യത്തിന് അതിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സാധിക്കണം. ഇപ്പോഴുള്ള അവസ്ഥ, ഇറാൻ ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഒരു രാജ്യമാണ്. ആർക്ക് വേണമെങ്കിലും ഇറാനിലെ ഏത് ലക്ഷ്യം വേണമെങ്കിലും ആക്രമിക്കാൻ സാധിക്കും. അങ്ങനെ തുറന്ന ആകാശമാണ് ആ രാജ്യത്തിനുള്ളത്. എവിടെ നിന്നും ആ രാജ്യം ആക്രമിക്കപ്പെടാം. അവരുടെ പരമോന്നത നേതാവിന് പോലും സംരക്ഷണം കൊടുക്കാൻ ആ രാജ്യത്തിന് കഴിയുന്നില്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്തിന്റെ ഇന്റലിജൻസിന്റെയും പട്ടാള സംവിധാനത്തിന്റെയും ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് അടക്കമുള്ള വരേണ്യ സൈനിക ദളങ്ങളുടെയും എല്ലാ തലങ്ങളിലും അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയോ ചാരന്മാർ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ ആയത്തുള്ളയെ, പുതിയ പരമോന്നത നേതാവിനെ എടുക്കേണ്ടുന്ന 88 അംഗങ്ങളുടെ യോഗം നടക്കുന്നിടത്തേക്ക് പോലും എയർ സ്ട്രൈക്ക് ഉണ്ടാവുന്നു. അപ്പോൾ ഇത് അതിന്റെ ഒരു പ്രതിസന്ധി സ്വാഭാവികമായിട്ടും ഇറാനുണ്ട്. അപ്പോൾ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല, പക്ഷെ ആക്രമിക്കാനുള്ള ശേഷിയുണ്ട്. ഇതാണ് ഇറാന്റെ ഒരു ശക്തിയും അവരുടെ ദൗർബല്യവും. അപ്പോൾ ആക്രമിക്കാനുള്ള ശേഷി ഇപ്പോഴും ഇറാനുണ്ട് എന്നുള്ളത് നമ്മൾ ചുരുക്കി കാണരുത്. ഗൾഫ് മേഖലയിലുള്ള ഏത് ലക്ഷ്യങ്ങളും ഇപ്പോഴും ഇറാന്റെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും നിഴലിലാണ്. അതുകൊണ്ട് ഇതിനെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, അവിടുത്തെ പെഷസ്കിയാൻ, അവിടുത്തെ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു തന്ത്രപരമായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കണ്ടാൽ മതി. ഞങ്ങൾ അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ആക്രമണത്തിന് പിന്തുണ കൊടുക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ആക്രമിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഇപ്പൊ സൗദി അറേബ്യയുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളല്ല, ഒരു സവിശേഷമായ സാഹചര്യമുണ്ട്. 2025 സെപ്റ്റംബറിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സൈനിക സഖ്യത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. അത് പ്രകാരം ഏതെങ്കിലും രാജ്യം സൗദി അറേബ്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ഇരു രാജ്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായി കണക്കാക്കും. മറ്റൊരർത്ഥത്തിൽ സൗദി അറേബ്യയെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ പാകിസ്ഥാനുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയുമാണ്. 2025 ജൂൺ 13 മുതൽ 24 വരെ ഉണ്ടായ 12 ദിന യുദ്ധത്തിൽ ഇറാന് പാകിസ്ഥാൻ സഹായം ചെയ്തു എന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. ഈ 12 ദിന യുദ്ധത്തിൽ അമേരിക്ക, ഇസ്രായേൽ സഖ്യം ഇറാൻ ആക്രമിച്ച സമയത്ത് തന്ത്രപരമായ സഹകരണവും രാഷ്ട്രീയമായ പിന്തുണയും പാകിസ്ഥാൻ ഇറാന് നൽകിയിട്ടുണ്ടായി. ഇപ്പോൾ പാകിസ്ഥാൻ അങ്ങോട്ട് പിന്തുണ നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. കാരണം തലിബാൻ അതിർത്തി പ്രദേശങ്ങൾ അടിച്ചു തകർക്കുകയാണ്. അതുകൊണ്ട് തലിബാനുമായുള്ള യുദ്ധത്തിലേക്ക് സൈന്യം കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യയ്ക്ക് പിന്തുണ കൊടുക്കാൻ പാകിസ്ഥാന്റെ പട്ടാളം നേരിട്ടിറങ്ങുമോ എന്നറിയില്ല. പക്ഷെ ചുരുങ്ങിയ പക്ഷം രാഷ്ട്രീയമായിട്ടെങ്കിലും പാകിസ്ഥാന് സൗദി അറേബ്യയ്ക്ക് പിന്തുണ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, ഇന്ത്യൻ ഓഷ്യൻ മേഖല ആക്രമിക്കപ്പെട്ടു. ഇന്ത്യൻ ഓഷ്യൻ മേഖലയിലേക്ക് യുദ്ധം വ്യാപിച്ചു. ഈ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇന്ത്യക്കും അതിൽ ഇടപെടേണ്ടി വരും. അപ്പോൾ അങ്ങനെ പുതിയ യുദ്ധമേഖലകൾ തുറക്കുകയും പുതിയ ആക്ടേഴ്സ് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. ഇതൊന്നും ഒരുപക്ഷെ ഇറാൻ അനുകൂലമായിട്ടല്ല വരിക. പാകിസ്ഥാന്റെ പൊസിഷനും ഇന്ത്യയുടെ പൊസിഷനും ഒന്നും ദീർഘകാലത്തേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇറാൻ അനുകൂലമായിട്ടല്ല വരിക. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദ്യത്തെ കൺസേൺ ഗൾഫാണ്. 1 കോടി ഇന്ത്യക്കാർ അവിടെയുണ്ട്. പാകിസ്ഥാനിലാണെങ്കിൽ 40 ലക്ഷം, 4 മില്യൺ പാകിസ്ഥാനികൾ ഗൾഫ് മേഖലയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൗരന്മാരുടെയും നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങളും തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇന്ന് പെഷസ്കിയാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമായിരുന്നു. ഗൾഫ് മേഖല വീണ്ടും വ്യോമ
സർവീസുകൾ ആരംഭിച്ചുകൊണ്ട് സാധാരണ നിലയിലേക്ക് പോകുന്നു എന്നതായിരുന്നു വന്ന വാർത്തകൾ. മാത്രവുമല്ല അവിടങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ ആശ്വാസം നൽകുന്നതായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അമേരിക്ക എന്താണ് ലക്ഷ്യമിടുന്നത്, അതിന് ഇറാൻ എങ്ങനെ പ്രതിരോധിക്കും എന്നതാണ് വീണ്ടും ആശങ്കയുണർത്തുന്ന ഘടകം ഇവിടെ. ശ്രീ മോഹൻ വർഗീസ്, നോക്കൂ, അറബ് രാഷ്ട്രങ്ങളുടെ ഒരു നിർണായക യോഗം ചേരാനിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് പെഷസ്കിയാന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത്. അവർ മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ഒന്നിച്ചു നിൽക്കാൻ നെയ്ബറിംഗ് നേഷൻസിനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതായത് ഞങ്ങളല്ല കുറ്റക്കാർ, ഞങ്ങൾക്കൊപ്പം നിൽക്കൂ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ എന്ന ഇറാന്റെ ഒരു അഭ്യർത്ഥനയായി കൂടി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിനെ കാണാം. അപ്പോൾ ഇനി സമാധാന നീക്കം, ഇടപെടലുകൾ, അതിനുള്ള സാധ്യത എത്രമാത്രമാണ് ഈ വിഷയത്തിൽ? ഇങ്ങനെ ഒരു നിലപാട് ഇറാൻ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ തുടരാക്രമണങ്ങൾ, വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അതിനുശേഷം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇനി ഒരു ലക്ഷ്യമല്ല എന്ന് വരുമ്പോൾ മേഖലയിൽ ആ രീതിയിൽ ഇറാനോടൊരു ഐക്യപ്പെടൽ ഉണ്ടാകുമോ? അത് പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമോ? രേണുക, ഈ ഘട്ടത്തിൽ ഒരു ഐക്യപ്പെടലിൻ്റെ സാഹചര്യമില്ല. യുദ്ധത്തിൻ്റെ ഒരു സാമാന്യ തന്ത്രമാണ് 2 സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ്. ഇറാൻ ഏകപക്ഷീയമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന ഒരു ആക്രമണ പദ്ധതി 10-12 രാജ്യങ്ങളിലേക്ക് ഇറാൻ മിസൈലുകൾ അയച്ചു. അപ്പോൾ ഞങ്ങൾ വില്ലിംഗ് ആണ്, ഞങ്ങൾ ചുറ്റുപാടും ഏറിയ യുദ്ധത്തിലേക്ക് ഞങ്ങൾ നീങ്ങും, അതവർ വാക്ക് പാലിച്ചു. പക്ഷേ ഇത് അധികകാലം തുടരാനാവില്ല. ഏതെങ്കിലും കാരണവശാൽ ഇറാന് ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഈ മറു ക്യാമ്പിൽ എന്തെങ്കിലും ഒരു സന്ധി ഉണ്ടാവണമെങ്കിൽ അതിൽ നിർണായക സാന്നിധ്യമാകേണ്ടത് ഗൾഫ് രാജ്യങ്ങളാണ്. അപ്പം ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 താല്പര്യങ്ങളാണുള്ളത്. അവരുടെ ഇക്കോണമി മുന്നോട്ട് പോകണം, അതിന് എണ്ണ ഉത്പാദനമുണ്ടാകണം, വിതരണമുണ്ടാകണം, സുഗമമായ വിതരണമുണ്ടാകണം. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ നിർണായകമാണ് ഈ പറയുന്ന ഗൾഫ് പ്രദേശത്തേക്കുള്ള കവാടം. ഹോർമൂസ് കടലിടുക്കിന് മേൽ ഇറാൻ ചെലുത്താൻ സാധ്യതയുള്ള സമ്മർദ്ദം അത് ഗൾഫ് രാജ്യങ്ങൾക്ക് താങ്ങാനാവില്ല. എത്രയെല്ലാം വ്യോമ പ്രതിരോധം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നൽകിയാലും ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ കെട്ടിക്കിടക്കുന്ന അന്തരീക്ഷമുണ്ടായാൽ അവിടുത്തെ ഒരു വ്യവസായ രംഗം വലിയ ബുദ്ധിമുട്ട് നേരിടും. 1. 2, അവിടേക്ക് സപ്ലൈ കടന്നു വരണം. അവിടെ വലിയ രീതിയിൽ ബഫർ സ്റ്റോക്ക് ഒന്നും ഉണ്ടാവില്ല. അത് മുഴുവൻ തന്നെ കടന്നു വരേണ്ടത് ആ മേഖലയിലൂടെയാണ്, ആ കുപ്പിക്കഴുത്തിലൂടെയാണ്. അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് ഒരു യാഥാർത്ഥ്യമായി നിൽക്കെ അവിടെ തീർച്ചയായും ഇപ്പോഴും കരയിൽ നിന്നുകൊണ്ടോ കടലിൽ നിന്നുകൊണ്ടോ ഇറാന് ആ പ്രദേശത്തെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും. മൈനുകൾ വാരി വിതറിക്കൊണ്ട് അതിലെയുള്ള കപ്പൽ ഗതാഗതം, ഏത് തരത്തിലുള്ള ജലയാനങ്ങളുടെ നീക്കത്തെയും അകത്തേക്കും പുറത്തേക്കുമുള്ള നീക്കത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയും, നിയന്ത്രിക്കാൻ കഴിയും. അതൊരു വസ്തുതയായി ഇരിക്കെ ഗൾഫ് രാജ്യങ്ങൾ പൂർണ്ണമായി ഇറാനെ പിണക്കാൻ പൂർണ്ണമായി തയ്യാറാവില്ല. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള സമമായ നീക്കം, ആക്രമണം ഒന്ന് മയപ്പെടുത്താനുള്ള നീക്കമുണ്ടെങ്കിൽ അമേരിക്കയെ പ്രേരിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയി, ക്ഷമിക്കണം, ഇതൊരു ക്ഷമാപണമാണ്, വൈകി വന്ന വിവേകം എന്ന് വേണമെങ്കിൽ ചിലർ കരുതും. അല്ല എങ്കിൽ ക്ഷമാപണം, ഔചിത്യബോധത്തോടു കൂടിയുള്ള ഒരു ക്ഷമാപണം, കുറച്ചുകൂടി ആയുസ് നീട്ടി കിട്ടുന്നതിന് വേണ്ടി ഗൾഫ് രാജ്യങ്ങളുടെ ഗുഡ്വിൽ. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിൽ നിന്നും തെന്നിമാറി അമേരിക്കയെ സമ്മർദ്ദപ്പെടുത്താനുള്ള ഒരു ശക്തി ഉണ്ടാകുമോ എന്നറിയില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പദ്ധതികളുണ്ടാവും. അത് ഒരു ചാർട്ട് അനുസരിച്ച് തന്നെയാണ് പോകുന്നത്. അവിടെ ആക്രമണം കടുപ്പിക്കും എന്ന് പറയുന്നത് മാനസിക ആധിപത്യം. ഇപ്പം ദുർബലമായി നിൽക്കുന്ന ഇറാൻ്റെ ആകാശങ്ങൾ പൂർണ്ണമായും ദുർബലമാണ്. ആർക്കും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറിയൽ ഡോമിനേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാൻ്റെ ആകാശത്തിന്മേൽ പൂർണ്ണ നിയന്ത്രണമാണ്. പക്ഷേ കരയിൽ സ്ഥിതി അത് ആകണം എന്നില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കരയുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടണമെങ്കിൽ അത് ഇറാൻ കടന്നു വരൂ, ഞങ്ങൾ തയ്യാറാണ്, അത് പരമാവധി നീട്ടിക്കൊണ്ടു പോയാൽ സമ്മർദ്ദം ഇറാന് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾ വല്ലാതെ സമ്മർദ്ദപ്പെടും. സപ്ലൈ ചെയിൻ പൂർണ്ണമായി അപ്സെറ്റ് ആയിക്കഴിഞ്ഞാൽ ഇത് റീപ്ലിനിഷ് ചെയ്യാൻ അമേരിക്കയ്ക്കോ മറ്റു രാജ്യങ്ങൾക്കോ എത്രത്തോളം കാര്യങ്ങൾ എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയും? വളരെ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ഒരു വെയിറ്റിംഗ് ഗെയിം. ഇറാൻ ഈസ് വില്ലിംഗ് ടു പ്ലേ എ വെയിറ്റിംഗ് ഗെയിം. അതുമാത്രമാണ് ഇറാൻ്റെ മുന്നിലുള്ള സാധ്യത. അതുകൊണ്ടാവണം ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യത്തെയും ഇൻവോൾവ് ചെയ്യുക. അതുമാത്രമല്ല, ലോക മനസാക്ഷി ഉണരുമല്ലോ. ഇറാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഏതാനും ആഴ്ചകൾ കൊണ്ട് യുദ്ധം തീരാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഇറാനാണ്. അമേരിക്കയ്ക്ക് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ച്
അന്ത്യശാസനം കൊടുക്കുക, കീഴടങ്ങുന്നെങ്കിൽ കീഴടങ്ങട്ടെ, അല്ലെങ്കിൽ ചില ബലപ്രയോഗങ്ങൾ കൂടി നടത്താം, പരമാവധി നാശനഷ്ടത്തിലൂടെ കാര്യം. ഒരു പ്ലാൻ ബി അമേരിക്കയ്ക്ക് ഇല്ല എങ്കിൽ കരയുദ്ധത്തിലേക്കാവും വലിച്ചഴക്കപ്പെടുക. പ്ലാൻ ബി ഉണ്ടാവും, ഒരു പക്ഷേ തീർച്ചയായും പ്ലാൻ ബി ഉണ്ടാകും. ഒന്നും കാണാതെ അമേരിക്ക മുന്നോട്ട് പോവില്ല എന്ന് ചിന്തിക്കുന്നവരാണ് അനേകം. ആ പ്ലാൻ ബി അനുസരിച്ച് ഇറാനുള്ളിൽ തന്നെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചാരന്മാരുടെ പ്രവർത്തനം ഹൈപ്പർ ആക്റ്റീവാണ് ഇറാനുള്ളിൽ. ഇസ്രയേലിന് കൃത്യമായി ഇറാൻ്റെ സൈനിക നേതൃത്വത്തെ മുൻ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് വ്യക്തികളെ തെരഞ്ഞു പിടിച്ച് എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്നത് ബാറ്റിൽ ഫീൽഡിൽ വെച്ചല്ല, അവരുടെ വാസസ്ഥലങ്ങളിൽ വെച്ചാണ്. അത് നമ്മൾ ഫക്കിസാദയെ കണ്ടു, ആണവശാസ്ത്രജ്ഞൻ ഫക്കിസാദയുടെ കാര്യം കണ്ടു, കാസിം സുലൈമാനിയുടെ കാര്യം കണ്ടു. എന്തിന് ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെ ടെഹ്റാനിലെ സുരക്ഷിത മേഖലയിൽ വെച്ചാണ് വധിക്കപ്പെട്ടത്. ഇതൊന്നും ഒറ്റപ്പെട്ട ആക്രമണങ്ങളല്ല, ഇതെല്ലാം വർഷങ്ങളായി പ്ലാൻ ചെയ്ത് അവിടെ പ്ലാന്റ് ചെയ്യപ്പെട്ട ഇസ്രയേലി ആൻഡ് ഓൾസോ CIA ചാരന്മാരുടെ അവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയെങ്കിൽ നൂറുകണക്കിന് ചാരന്മാരുടെ സാന്നിധ്യം ഇറാൻ്റെ മണ്ണിലുണ്ടാകും. അവർ ചേർന്ന് ഒരുക്കുന്ന ഒരു സംവിധാനം, ആ സംവിധാനം ഒരു ഓൾട്ടർനേറ്റ് ഗവൺമെൻറ് ഇൻ പ്ലേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി കുറച്ചുകൂടി മെലോഡൗൺ ചെയ്യേണ്ടതുണ്ട്, കുറച്ചുകൂടി പ്രഹരമേൽപ്പിക്കേണ്ടതുണ്ട് എന്നതാവാം നീക്കം. അതും സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും വലിയൊരു സാധ്യതയാണ് ആഭ്യന്തര കലഹത്തിലേക്ക് പോകാൻ. അതിനെ തിരികൊളുത്തുന്നത് ഒരുപക്ഷെ വടക്ക് കുർദ് മേഖലയിൽ നിന്നാകും. നമുക്കറിയാമല്ലോ, തുർക്കി, ഇറാൻ, സിറിയ ആൻഡ് ഇറാഖ്, ഈ 4 രാജ്യങ്ങൾക്ക് കീറാമുട്ടിയാണ് ഈ കുർദ് വിഷയം. അവിടെ ഇറാഖിലെ കുർദ് മേഖല സ്വയംഭരണ പ്രദേശമാണ്. അതുപോലെ തുർക്കി ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല, കുർദ് സ്വയംഭരണം അംഗീകരിച്ചിട്ടില്ല, ഇറാനും അംഗീകരിച്ചിട്ടില്ല. കുർദുകൾക്ക്, ഈ 4 രാജ്യങ്ങളുടെയും കുർദുകൾക്ക് യോജിച്ച ഒരു മുന്നണി ഉണ്ടാക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് ഇറാഖിലെ കുർദുകൾക്ക്, അവർ സംഘടിതരാണ്. കുർദിഷ് ഡെമോക്രാറ്റിക് പാർട്ടി KDP, അത് സൈനിക സന്നാഹം കൂടിയാണ്. KDPക്ക് ഇറാൻ്റെ മണ്ണിലേക്ക്, വടക്ക് പടിഞ്ഞാറൻ ഇറാനിലേക്ക് കടന്നു വരികയും അവിടെ ഒരു സായുധ കലാപത്തിലേക്ക് നീങ്ങുകയും കൂടുതൽ പേര് അണിചേരുകയും ചെയ്ത് ടെഹ്റാന് നേരെയുള്ള പുഷ് എന്ന രീതിയിൽ അമേരിക്ക കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സൈനിക നീക്കം ഉണ്ടെങ്കിൽ ആ വഴിയാണ് ആദ്യം അമേരിക്ക ആലോചിക്കുക. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആർ ദെയർ ഫോർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇസ്രയേൽ. പക്ഷേ ഇറാൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ശത്രു സൈന്യത്തെ പരമാവധി കരയിലേക്ക് ആവാഹിച്ചെടുക്കുക, ആകർഷിക്കുക. അവിടെ കളി മാറും എന്ന പ്രതീക്ഷയാണ് ഇറാനുള്ളത്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഗെയിംസ് ആണ്. അതുകൊണ്ടാണ് ഇറാൻ വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളോട് ഇപ്പോൾ സമവായത്തിന് സ്വരത്തിൽ സംസാരിക്കുന്നതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രം അതാണ്. ശ്രീ രഘുനാഥ് നായർ, നോക്കൂ, ഇറാന്റെ ആഗ്രഹം അനുസരിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നതാണോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയും ഇസ്രയേലും കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. ഈ കുർദ് മേഖലയിലെ കുർദ് വംശജരെ ഇളക്കിക്കൊണ്ട് ആ മേഖലയിൽ കരയുദ്ധം ആരംഭിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നതായിരുന്നു റിപ്പോർട്ടുകൾ. ഈ ഇന്നത്തെ രാത്രി നിർണായകം എന്ന് ട്രംപ് സൂചിപ്പിക്കുന്ന, ഇനി അങ്ങോട്ട് കൂടുതൽ പ്രഹരം എന്ന് സൂചിപ്പിക്കുന്ന കാര്യം കരയുദ്ധമായിരിക്കുമോ? കരയുദ്ധത്തിന് അമേരിക്ക നേരിട്ട് ഇടപെടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാന്റെ ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറാഖിലെ പോലെയും അല്ല. ഇറാഖിലെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അമേരിക്കയും 28 സഖ്യകക്ഷികൾ ഒന്നിച്ചിട്ടാണ് ഇറാഖിനെ ആക്രമിക്കുന്നതും ഇറാഖിലെ കരയുദ്ധം നടത്തുന്നതും അവരെ കീഴടക്കുന്നതും അല്ല. ഇവിടെ അന്ന് ഇറാഖിന് കാര്യമായിട്ട് വെളിയിൽ നല്ല സപ്പോർട്ടും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇറാനിലെ കേസ് വേറെയാണ്. ഒന്നാമത്തെ ഇറാന്റെ ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ചുറ്റപ്പെട്ട് കിടക്കുന്നത് മലകളും ഒക്കെ ആയിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ടെറൈനാണ്. എന്ന് മാത്രമല്ല 10-40 വർഷമായിട്ട് ഉപരോധം കൊണ്ട് പൊറുതിമുട്ടി ആ ഒരു സാഹചര്യമായിട്ട് ജീവിക്കാനായിട്ട് ശീലിച്ച, ആ ഒരു ടഫ് കണ്ടീഷനിൽ ജീവിക്കാൻ ശീലിച്ച ഒരു ജനതയാണ് അവിടെ ഉള്ളത്. അപ്പം ഗവൺമെന്റിന് എതിരായിട്ട്, ഈ ഖമേനി ഭരണകൂടത്തിന് എതിരായിട്ട് ജനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ അങ്ങനെ ഒറ്റയടിക്ക് തെരുവിൽ ഇറങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ, കുർദുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നാം. ഇപ്പൊ ശ്രീലങ്കയിലായാലും നേപ്പാളിലായാലും ബംഗ്ലാദേശിലായാലും ഒക്കെ നമ്മളിത് കണ്ടതാണ്. കാരണം ഇവിടൊക്കെ എന്ന് പറയുമ്പോൾ ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഒരു സേനയെ ഉപയോഗിച്ച് ഈ ജനങ്ങളുടെ, ഈ ഇളകി വരുന്ന ജനത്തിനെ വെടിവെച്ച് കൊല്ലാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇറാനിൽ നമ്മൾ കണ്ടതാണ്, അങ്ങനെ ഒരു ഇളക്കമുണ്ടായി കഴിഞ്ഞാൽ യാതൊരു മയവുമില്ലാതെ ശത്രുവിനെ വെടിവെച്ച് കൊല്ലുന്നത് പോലെ തന്നെ ഈ ഭരണകൂടം അവരെ വെടിവെച്ച് കൊല്ലും. പാറ്റൻ ടാങ്ക് വരെ ഉപയോഗിച്ചിട്ട് അവർക്കെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്.
അപ്പൊ കുർദുകളെ ഉപയോഗിച്ചിട്ടും ഇവിടെ ഒരു കരയുദ്ധം നടത്തി ഇവിടുത്തെ ഭരണം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. തന്നെയല്ല, കുർദുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിന് മാത്രം വെപ്പൺസും ആയുധങ്ങളും ഒന്നും ഇല്ലല്ലോ. ഇനി അമേരിക്ക നേരിട്ട് ഫുട്ട് ഓൺ ഗ്രൗണ്ട് എന്നുള്ള ഒരു ഫിലോസഫി വെച്ചിട്ട് അമേരിക്ക നേരിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ലോജിസ്റ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. എന്ന് മാത്രമല്ല, ഇറാൻ ഇത്രയും നാൾ ഉപരോധമായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ശക്തമായ നൂതനമായ വ്യോമ ആക്രമണ സംവിധാനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല, നേവിയെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതൊക്കെ ഒരു വസ്തുതയാണെന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുള്ള വലിയ വലിയ വിമാനങ്ങൾ ഇറാനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഈ മിസൈലിന്റെ ഫ്യൂവൽ കംപ്ലീറ്റ് സപ്ലൈ ചെയ്തിരുന്നതും ഇപ്പൊ ചെയ്യുന്നതും ചൈനയാണ്. അതുപോലെ തന്നെ ഒരു കരയുദ്ധം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇറാന്റെ കോൺഫിഡൻസ് ഒരു പക്ഷേ അവിടെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള വെടിക്കോപ്പുകളും ആയുധങ്ങളും എല്ലാവർക്കും ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ ഇവിടെ നേരത്തെ ശ്രീ മോഹൻ ബസ് പറഞ്ഞതുപോലെയുള്ള വളരെ ശക്തമായ ഒരു കാരണം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ചാരന്മാരിൽ മുഴുവനുണ്ട്. ഇറാനിലെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുകൾ പോലും ഇസ്രായേലി ചാരനാണോ എന്ന് ഇറാൻകാർക്ക് പോലും അറിയാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇസ്രായേലിന്റെ കൈപ്പിടിയിലാണ് എന്നുണ്ടെങ്കിൽ, മൊസാദിന്റെ കയ്യിലാണ് കാര്യങ്ങളുടെ ചരട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഏറെക്കുറെ അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാനോ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനോ സാധിച്ചേക്കാമെന്നല്ലാതെ സാധാരണഗതിയിലെ ഒരു കരയുദ്ധം അത് മറ്റുള്ളവരെ ഉപയോഗിച്ചായാലും, നമ്മൾ കണ്ട ടിയനൻമെൻ സ്ക്വയറിൽ ചൈന എന്താ ചെയ്തത്? ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു വാർ സിറ്റുവേഷനിൽ ഇറാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള രാജ്യങ്ങൾ ഇതിലേക്ക് ഇടപെടാനുള്ള സാധ്യതയും നമ്മളിപ്പോൾ വളരെ വിരളമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു കരയുദ്ധത്തിലേക്ക് പോകാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഇന്ന് രാത്രിയിലെ ആക്രമണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ട്രംപ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടുത്തെ ആയുധ ശേഖരങ്ങൾ പരമാവധി നശിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭരണകൂടത്തിന്റെ തലപ്പത്തിപ്പ ഇരിക്കുന്ന ആളുകളെ തേടിപ്പിടിച്ച് വധിക്കുക എന്നുള്ളതായിരിക്കും ഒരു ഏരിയൽ അറ്റാക്കിൽ കൂടെ. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതിരൂക്ഷമായ ഒരു ഏരിയൽ അറ്റാക്കിന് സാധ്യതയുണ്ട് ഇന്ന് രാത്രിയിൽ. നാളെ നേരം വിളിക്കുമ്പോഴത്തേനും നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് പ്രൊലോങ് ചെയ്യാനായിട്ട് ഇറാൻ പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ കയ്യിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പരിമിതി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് മാക്രിഗോർ ഡുഗ്ലസ് തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കൊരു 10 ദിവസത്തേക്ക്, കാരണം അയാള് ഒരു കേണലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പെന്റഗന്റെ ഉപദേഷ്ടാവായിട്ടിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തലായിരുന്നു ഇവരുടെ ഇനി 10 ദിവസത്തേക്കുള്ള വ്യോമ പ്രതിരോധ ആയുധങ്ങളെ ഉള്ളൂ എന്നുള്ളത്. അത് എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറാന്റെ കയ്യിലുള്ള മിസൈലിന്റെയും ഡ്രോണിന്റെയും സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് ആർക്കും അറിയില്ല. ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചൈന എന്നൊക്കെ ഒരുപാട് ആയുധങ്ങൾ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള വാർത്തകളും ഉണ്ടല്ലോ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലെ അവരുടെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് അങ്ങേയറ്റം ദുരൂഹമാണ്, നമുക്ക് ആർക്കും കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ടായിരിക്കും ഇവരിത് പ്രൊലോങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് ട്രംപിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് ഒഴിവാക്കി ഇതിൽ നിന്ന് ഊരിപ്പോകണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും. അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു പുതിയ അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു ഭരണകൂടത്തിനെ സ്ഥാപിച്ചിട്ട് അവിടുന്ന് ഒഴിവായി പോകണം എന്നുള്ള താല്പര്യമായിരിക്കും. ചൈനയ്ക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ, അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധവും തീർന്ന് ഇറാന്റെ പ്രശ്നവും തീർന്നു കഴിഞ്ഞാൽ അമേരിക്ക തീർച്ചയായിട്ടും ചൈനയുടെ പുറകെ പോകും. അത് ചൈനയ്ക്കറിയാം. ഇപ്പൊ ഈ കോൺഫ്ലിക്റ്റുകൾ മറ്റുള്ള ഭാഗങ്ങളിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നത് കൊണ്ടാണ് ചൈന ഒരുമാതിരി രക്ഷപ്പെട്ടു പോകുന്നത്. പിന്നെ വേറൊരു പോസിബിലിറ്റി ഉള്ളത്, അത് എത്രത്തോളം നടക്കുമെന്നറിയില്ല, പക്ഷെ പാകിസ്ഥാൻ ഈസ് ഓൺ സെയിൽ. അത് വളരെ വ്യക്തമാണ്. അമേരിക്ക കുറെ പൈസ കൊടുത്തിട്ട് പാകിസ്ഥാനോട് കരയുദ്ധത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ആർമിയെ ഉപയോഗിക്കാനായിട്ട് അമേരിക്ക ആവശ്യപ്പെട്ടാൽ പാകിസ്ഥാൻ പരുങ്ങല്ലാവും. അവര് വഴി ഒരു കരയുദ്ധത്തിനുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. അതിനുള്ള സാധ്യതയുണ്ട്. പാകിസ്ഥാൻ വഴി ഒരു കരയുദ്ധം, അത് പാകിസ്ഥാനി ആർമിയെ ഉപയോഗിച്ചുകൊണ്ട്. തീർച്ചയായും ശ്രീ സജിമോൻ ആന്റണി, നോക്കൂ, ഇവിടെ ഇപ്പോ ഇറാനെ സംബന്ധിച്ച് അവർക്ക് റഷ്യയുടെ സഹായം ഇതിനോടകം തന്നെ ലഭിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. US ഒഫീഷ്യൽസ് തന്നെയാണ് അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. മിലിറ്ററി ഇന്റലിജൻസ് വിവരങ്ങൾ റഷ്യയ്ക്ക് ലഭിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. US-ന്റെ കേന്ദ്രങ്ങൾ എവിടെ, സൈനികർ എവിടെ എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ റഷ്യയിൽ നിന്ന് ലഭിക്കുന്നു എന്നത് മാത്രവുമല്ല, ചൈന സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ ഇറാനുണ്ട്, ഇപ്പോൾ പരോക്ഷമായിട്ടാണ് എങ്കിൽ പോലും. നമുക്കറിയാം, യുക്രൈൻ യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ റഷ്യയെ വേണ്ട പോലെ ഇറാൻ സഹായിച്ചിട്ടുള്ള സാഹചര്യവുമാണ്. അങ്ങനെ രണ്ട് വലിയ ശക്തികളുടെ പിന്തുണ ഇറാൻ ഉണ്ടെങ്കിൽ ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്തു പോയാൽ അത് ഏത് നിലയിലെത്തുമെന്ന് യാതൊരു വ്യക്തതയും ഇല്ല. കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ
ഈ പറയുന്നത് പോലെ എത്ര വരെ വേണമെങ്കിലും നീണ്ടുപോകാവുന്ന സാഹചര്യമാണ്. അത് ട്രംപിനെ സംബന്ധിച്ച് നല്ലതിനാകുമോ? അങ്ങനെ ഒരു എടുത്തുചാട്ടം ട്രംപ് നടത്തിയാൽ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ ആഭ്യന്തര വിഷയമായി അത് വളർന്നു വരില്ലേ? താൻ യുദ്ധം അവസാനിപ്പിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു വന്ന പ്രസിഡന്റ് ഈ വലിയൊരു യുദ്ധത്തിന് തിരികൊളുത്തുമോ ഇനിയും? ഈ റേണുക, അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ സഹപാനലിസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ്, ഒന്ന് രണ്ട് പോയിന്റോട് ഞാൻ ചെറുതായിട്ടൊന്ന് വിയോജിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ശ്രീ വിൻസെന്റ് പറഞ്ഞപ്പം അദ്ദേഹം ഇറാന്റെ ആക്രമണശേഷിയിൽ അമേരിക്കയുടെ മിക്കവാറും ഉള്ള അസറ്റുകളൊക്കെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി എന്നുള്ള രീതിയിലുള്ള ഒരു വിശകലനം വന്നിരുന്നു, വിച്ച് ഈസ് ഇൻകറക്റ്റ്. ഐ ബിലീവ് അത് റീസണും ഇറാൻ അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളത് കറക്റ്റ് ആണ്. എന്നാൽ അതിലൊരു 98-99% നിർവീര്യമായി അതിന്റെ ഏതാനും ചില അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെ ഇവിടെയും വീണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായത്. അല്ലാണ്ട് ഇറാന് അവിടെ നിന്ന് അറ്റാക്ക് ചെയ്ത് കംപ്ലീറ്റ് വ്യോമതാവളങ്ങളും അമേരിക്കൻ അസറ്റുകളും അവിടെയുള്ള ഇൻസ്റ്റലേഷൻസും കാര്യങ്ങളൊക്കെ നിഷ്പ്രഭമാക്കി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ വിയോജിക്കുകയാണ്. അത് ഫാക്ച്വലി ഇൻകറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്. രണ്ടാമത്തത് ഒരു കാര്യം പറയുന്നു, സംഭവം പറഞ്ഞു വന്നപ്പം അയത്തുള്ള അൽ ഖമനേയി ഒരു വലിയൊരു ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് ഒത്തിരി ആരാധകരുണ്ട്, ലീഡേഴ്സ് ഉണ്ട്, അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതോടെ പറഞ്ഞാൽ ആ സെന്റൻസ് പൂർത്തിയാകത്തുള്ളൂ. എന്തുമാത്രം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ, മേ ബി അതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം കഴിഞ്ഞ 40 വർഷമായിട്ട് ആ ഭരണത്തിനെതിരെ വലിയൊരു വികാരം അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ പ്രാഥമിക തെളിവുകൾ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടതാണ്. ഏകദേശം 30,000-ലധികം ആൾക്കാരെയാണ് ആ ഭരണത്തിനെതിരെ വന്ന അജിറ്റേഷനിൽ അദ്ദേഹം അവിടെ കൊല്ലപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ രണ്ട് ഒരു കറക്ഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഇപ്പം നമുക്ക് തോന്നുന്നത് ചോദ്യത്തിലേക്ക് വരികയാണ്, ഒരു തുടക്കത്തിൽ നമ്മൾ ഒരു വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷനും പിന്നെ അവിടെ നിന്ന് വലിയൊരു എക്സ്പാൻഷനും കണ്ടു. ആ എക്സ്പാൻഷനകത്ത് ഗൾഫിൽ ആ ഏരിയയിലുള്ള ഒരു 14 രാജ്യങ്ങളും ഇൻക്ലൂഡിംഗ് സൈപ്രസ് യൂറോപ്പിലേക്ക് പോവുകയും ഇൻക്ലൂഡിംഗ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുന്ന ഒരു എന്താ പറയുക, ഇത് കൈവിട്ട് പോകുന്ന പോലെയുള്ള ഒരു വലിയ എക്സ്പാൻഷൻ നമ്മൾ കണ്ടു. അവിടെ നിന്ന് ഇപ്പൊ ഒരു കൺട്രാക്ഷൻ, ഒരു ഡീ എസ്കലേഷനാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതായത് ഇറാന് ഒരു ജസ്റ്റർ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ക്ഷമ പറയുകയാണ്, അല്ലെങ്കിൽ തോൽക്ക് സമ്മതിക്കുകയാണ്, ഏതെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും അതൊരു ഡീ എസ്കലേറ്ററി മൂവ് ആയിരുന്നു. അതായത് ക്ഷമാപണം നടത്തിക്കൊണ്ട് അയൽ രാജ്യങ്ങളിലേക്ക് ഇങ്ങോട്ട് അടിച്ചാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് ചെയ്യൂ എന്നുള്ള പറയുന്നത് ഒരു റിയലൈസേഷനിലേക്ക് വരുന്നു എന്ന് നമ്മൾ കണ്ടു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ചില ഫാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഇറാഖിൽ കണ്ടു, അഫ്ഗാനിസ്ഥാനിൽ കണ്ടു, അതിന് മുമ്പ് 70s വിയറ്റ്നാമിൽ കണ്ടു. അങ്ങനെ പല ലിവിങ് എക്സാമ്പിളുകളുണ്ട്. അപ്പൊ ആ എക്സാമ്പിൾ വെച്ചിട്ട് അമേരിക്കൻ ജനത അല്ലെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഇൻ ബൈ ആൻഡ് ലാർജ് ഒരു കരയുദ്ധത്തിലേക്ക് എൻകറേജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജിയുടെ പാർട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം അമേരിക്ക കരയുദ്ധത്തിൽ വീക്കാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറയുന്നത്. കാരണം ഏത് അർത്ഥത്തിലാണെങ്കിലും അമേരിക്കൻ ഡോമിനൻസ് വളരെയധികം മുന്നിലാണ് എന്നുള്ളത് ഈ കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലും മാസങ്ങളിലൊക്കെ നമുക്ക് ലോകത്തിന് കാണാൻ സാധിച്ചു, അല്ലെങ്കിൽ ലോകം അത് എക്സ്പീരിയൻസ് ചെയ്തു. ഇന്നത്തെ സാഹചര്യത്തിൽ ഈവൻ റഷ്യ പോലും അല്ലെങ്കിൽ ഒരു പരിധി ചൈന പോലും അമേരിക്കയുടെ അടുത്ത് എന്തുമാത്രം പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, പോസിബിലിറ്റി ഇല്ല. കാരണം ഇത് യുക്രൈനും റഷ്യയുമായിട്ടുള്ള ആ വാറെടുത്ത് നോക്കിക്കേ, റഷ്യയിൽ അത്രയും യുദ്ധ കാര്യങ്ങളും അത്രയും വലിയൊരു മിലിറ്ററി അസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും 4 വർഷമായിട്ടും യുക്രൈന്റെ 21% മാത്രമേ എൻട്രി വന്നുള്ളൂ. ഓഫ് കോഴ്സ് അമേരിക്കൻ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഇസ്രായേൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, നാറ്റോയുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എങ്കിൽ പോലും റഷ്യക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ വന്ന് ഗ്രാബ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതേസമയം അമേരിക്കയെ നോക്കിക്കുക, വെനിസുലയിൽ ഒറ്റ രാത്രിയല്ല 2 മണിക്കൂർ കൊണ്ട്, അല്ലെ 1.5 മണിക്കൂർ കൊണ്ട് അവിടെ അട്ടിമറിച്ച് ഇരുത്തേണ്ട ആളെ തിരിച്ചു വന്നു. അത്രയും മിലിറ്ററി മൈറ്റ് അവിടെ കാണിച്ചു. ഈവൻ ഇപ്പൊ ഇറാന്റെ സിറ്റുവേഷനിൽ തന്നെ നമ്മൾ കഴിഞ്ഞ മാസം അല്ല കഴിഞ്ഞ ആഴ്ചകളിൽ ഈ ഒരു സംഭവം വരുന്നതിന് മുമ്പ് എല്ലാവരും വിശകലനം ചെയ്തായിരുന്നു. ഇറാന്റെ ആർമി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വലുതാണ്, വളരെ വലുതാണ്, വെപ്പൺസ് അൺലിമിറ്റഡ് ആണ് എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഫാക്ച്വലി കറക്റ്റ് ആണ് ഒരു പരിധി വരെ. കാരണം നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 1.5 മില്യൺ ആർമി ബേസ് കപ്പാസിറ്റി ഉണ്ട് ഇറാന്. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കി മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങൾക്കും 200,000 300,000, ഈവൻ ഇസ്രായേലിന് പോലും 500,000 അല്ലെ 700,000 ഒക്കെ ഉള്ളൂ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. എന്നാൽ അതൊന്നും കാര്യമല്ല, സൈസ് ഡസൻ മാറ്റർ എന്നുള്ള രീതിയിലേക്ക് പോയി കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം വെപ്പണറിയുടെ ആ ഒരു ടെക്നോളജിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത്. അപ്പം അമേരിക്കയ്ക്ക് മുന്നേക്ക് പോകുമ്പം ഇത് നിർത്തണം എങ്കിൽ ട്രംപിന്റെ കണ്ടീഷൻ അംഗീകരിക്കാതെ ട്രംപ് അവിടെ നിന്ന് അയയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
എന്നാൽ ഇൻലാൻഡിൽ ഇവിടെ അമേരിക്കയിൽ തന്നെ അമേരിക്കൻ ജനത ഇതിനോട് എതിർപ്പ് പറയുന്നുണ്ട്. ഏകദേശം 60% ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ യുദ്ധത്തിന് പോകേണ്ട കാര്യമില്ല, ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ജോലിയല്ല, ട്രംപ് ഇവിടെ ജയിച്ചു കയറിയത് ലോകം മുഴുവൻ എന്താ പറയുന്നത് ഇങ്ങനെ ലാൻഡ് ഗ്രാബിങ്. അതായത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പണ്ടൊക്കെ യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ലാൻഡ് ഗ്രാബിങ്ങിനായിരുന്നു, റൈറ്റ്? എക്സ്പാൻഡ് ചെയ്ത് ഓരോ രാജ്യം വെട്ടിപ്പിടിച്ച് ലാൻഡ് ഗ്രാബിങ് എന്നുള്ള രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അതല്ല, ലാൻഡ് ഗ്രാബിങ് അല്ല, റെജീം ഗ്രാബിങ് ആണ്, അല്ലെങ്കിൽ റെജീം റീപ്ലേസ്മെന്റ് ആണ്. അപ്പം ആ ഒരു ടെക്നിക്കലി എന്താ പറയുക, ഒരു സ്ട്രാറ്റജി ഷിഫ്റ്റും കൂടെ ഉണ്ട് എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇറാൻ മിഡിൽ ഈസ്റ്റ് കീഴടക്കാൻ നോക്കുകയായിരുന്നു എന്നാണ് ട്രംപ് ഇന്ന് സൂചിപ്പിച്ചത്. ആ നീക്കത്തിനാണ് തിരിച്ചടി കൊടുക്കാൻ പറ്റിയിരിക്കുന്നത് എന്നതാണ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ യുദ്ധം ഇങ്ങനെ എസ്കലേറ്റ് ചെയ്യുകയാണ് എങ്കിൽ മറ്റു രാഷ്ട്രങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്നൊരു സാഹചര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. നോക്കൂ, ഇവിടുന്ന് ഇറാൻ കപ്പലിന് ഇന്ത്യ ഷെൽട്ടർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ എംബസി അതിന് നന്ദി അറിയിച്ചുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. അത് മാനുഷിക പരിഗണനയാൽ നൽകിയിരിക്കുന്ന ഷെൽട്ടറാണ് എന്നത് ഇന്ന് വിദേശകാര്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ടോ അല്ലാതെയോ ഒക്കെ ഈ യുദ്ധത്തിൽ ഭാഗഭാക്കാകേണ്ടി വരുന്നുണ്ടോ മറ്റു രാഷ്ട്രങ്ങൾക്ക്? ഇറാൻ ഇപ്പോഴും അവരുടെ എല്ലാ വിധത്തിലുമുള്ള സാഹചര്യങ്ങളും സാധ്യതകളും പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നതുകൂടി കാരണം. ഹോർമുസിൽ അവർ മറ്റു രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള അനുമതി നൽകുന്നുണ്ട്. അതേസമയം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകൾ ലക്ഷ്യമിടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇനിയും അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അവർ അവരുടെ പൂർണ്ണതോതിൽ ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ഇടപെടേണ്ടുന്ന സാഹചര്യം മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുമോ? അങ്ങനെ ഒരു ആംഗിൾ ഗൗരവമായി പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്ന യുദ്ധം. അതുകൊണ്ട് ഇതൊരു മേഖലാ യുദ്ധമായി പരിമിതപ്പെടാതെ പരമാവധി രാജ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇമ്പാക്റ്റഡ് ആകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വരിക എന്നത് ഇറാനിയൻ ഗെയിം പ്ലാൻ്റെ ഭാഗമാണ്. അത് മാത്രമേ ഇറാന് പ്രതീക്ഷിക്കാനാവൂ. അത് സംഭവിക്കുന്നതിൻ്റെ ഏർലി സൂചനയാണ് ഇന്ത്യ മഹാസമുദ്രത്തിൽ വെച്ച്, അതായത് യുദ്ധമേഖലയിൽ നിന്നും എത്രയോ നോട്ടിക്കൽ മൈൽ അകലെ ഉള്ള സ്ഥലമാണ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ശ്രീലങ്കയേക്കാൾ തെക്ക് മാറി, ഒരു ശ്രീലങ്കയിൽ 40 നോട്ടിക്കൽ മൈൽ തെക്ക് മാറി ഒരു ഇറാനിയൻ കപ്പൽ സമാധാനപരമായ ഒരു സമയത്താണ്, അതായത് ആ കപ്പൽ ബാറ്റിൽ ഷിപ്പ് ആണെങ്കിൽ പോലും ഒരു നെയ്വൽ എക്സസൈസിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. 3 കപ്പലുകൾ ഇറാനിൽ നിന്നെത്തി. ഇന്ത്യയുടെ ക്ഷണമനുസരിച്ച് 78 രാജ്യങ്ങളെയാണ് ഇന്ത്യ ക്ഷണിച്ചത്. റെസ്പോണ്ട് ചെയ്ത് 18 രാജ്യങ്ങളാണ് കപ്പലുകളെ അയച്ചത്. അതിൽ ഒന്ന് ഇറാനാണ്. ഇന്ത്യയോട് സൗഹൃദമുള്ളത് കൊണ്ടാണ് ഇറാൻ വിശാഖപട്ടണം തീരത്തേക്ക് നെയ്വൽ എക്സസൈസിന് വേണ്ടി കപ്പലുകളെ അയച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീട്ടിൽ അതിഥിയായി വന്ന് തിരിച്ചു പോകും വഴി ഒരു അപകടത്തിൽപ്പെട്ടാൽ അത് നമ്മുടെ നിയമപരമായ ബാധ്യതയൊന്നുമല്ല അതിഥിയെ സംരക്ഷിക്കുക എന്നത്. അതിഥി പോയി കഴിഞ്ഞു. പക്ഷേ ആതിഥേയ മര്യാദ എന്ന് പറയുന്നത്, മനുഷ്യത്വം എന്ന് പറയുന്നത്, അവിടെ ഒരു പ്രതികരണം ഉണ്ടാവുക എന്നതാണ്. കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ ഇറാൻ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചില്ല. ആ ടോർപിഡോ ചെയ്യപ്പെട്ട അമേരിക്കൻ മനുഷ്യത്വപരം എന്ന് പറഞ്ഞ് അതിനെ നോർമലൈസ് ചെയ്യാനാണോ യഥാർത്ഥത്തിൽ ഇന്ത്യ ശ്രമിച്ചിട്ടുള്ളത്? നമുക്കറിയാം, ഖമനയുടെ വധം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതൊരു വിമർശനമായി ആഭ്യന്തര പൊളിറ്റിക്കൽ വിഷയമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മനുഷ്യത്വപരം അത് നോർമലൈസേഷന് വേണ്ടിയിട്ടുള്ളതാണോ? അല്ല, അത് ബാലൻസിങ് ആക്ട് ആണ്. നോക്കൂ, ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. ആ ഒരു കപ്പൽ യഥാർത്ഥത്തിൽ അത് ഇന്ത്യൻ നേവിയുടെ ഒരു ടെനാസിറ്റി അല്ലെങ്കിൽ സർവൈലൻസ് കേപ്പബിലിറ്റി നന്നായി അളക്കുന്ന ഒന്നായിരുന്നു. ഒന്നുകിൽ ഇന്ത്യൻ നേവി ഇന്ത്യയുടെ സമുദ്ര അടിത്തട്ടിലുള്ള സംവിധാനങ്ങൾ, നിരീക്ഷണ സംവിധാനങ്ങൾ വേണ്ടതുപോലെ ജാഗരൂകരായി പ്രവർത്തിച്ചില്ല. ഒരു അമേരിക്കൻ അന്തർവാഹിനി ആ പ്രദേശത്തുണ്ട്. അതിൻ്റെ ടോർപിഡോ ആക്രമണമുണ്ട്, മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. അത് നമ്മുടെ വൾനറബിലിറ്റിയാണ് കാട്ടുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയാകാൻ സാധ്യതയില്ല. ഒരു പക്ഷേ അറിഞ്ഞിരിക്കാം. പക്ഷേ ഇത് ഞങ്ങളുടെ അങ്ങനെ ആക്രമണം സംഭവിക്കും എന്ന് മുൻകൂട്ടി അറിയാനാവില്ലല്ലോ, ഒരു അന്തർവാഹിനി ഉള്ളതുകൊണ്ട് മാത്രം. പക്ഷേ അത് ഹിറ്റ് ചെയ്തപ്പോൾ അതിനുശേഷം ഇന്ത്യ എത്തി. പക്ഷേ വൈകിയാണ് എത്തിയത്. ഇന്ത്യക്ക് ആ രീതിയിലുള്ള അലേർട്ട് ഇത് കിട്ടി. പക്ഷേ ശ്രീലങ്ക ആദ്യം എത്തി. എല്ലാ രീതിയിലുള്ള ദൗത്യവും പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ത്യ അവിടെ എത്തി എന്ന് പറയുന്നു. അവിടെ ചെറിയ രൂപത്തിൽ ഇന്ത്യക്ക് ഒരു മുഖം നഷ്ടപ്പെടൽ ഉണ്ടായി എന്ന് ചിന്തിക്കുന്നവരുണ്ട്, ഇന്ത്യക്കുള്ളിലും പുറത്തും. പക്ഷേ അത് ബാലൻസ് ചെയ്ത രീതിയിലാണ്. ആ 3 കപ്പലുകൾ അവശേഷിക്കുന്ന കപ്പലുകൾ ഒരെണ്ണം ശ്രീലങ്ക തീരത്തടങ്ങുന്നു. മറ്റൊരു കപ്പൽ ഇന്ത്യയുടെ സഹായം 28-ാം തീയതി, വളരെ നേരത്തെ തന്നെ, ഇതൊക്കെ സംഭവിക്കുന്നതിന് വളരെ മുൻപ് തന്നെ സഹായം, ടെക്നിക്കൽ റീസൺസ് കൊണ്ട് സഹായം അഭ്യർത്ഥിക്കുകയും നമ്മുടെ രാജ്യം അതിന് ആതിഥ്യമരുളുകയും ചെയ്തു. അത് വളരെ നിർണായകമായ ഒരു കാര്യം. കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും സ്വാഗതാർഹം നിർണായകമായ ഒരു കാര്യമാണ്. കൊച്ചിയിൽ, നമ്മുടെ സംസ്ഥാനത്ത് കൊച്ചി തുറമുഖത്ത് ഇറാനിയൻ കപ്പലിൻ്റെ സാന്നിധ്യം ഇപ്പോഴുണ്ട്, നങ്കൂരമിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഒരു ബാലൻസിങ് ആക്ട്
വളരെ ആവശ്യമാണ്. ഡിപ്ലോമസിയിൽ വളരെ ആവശ്യമാണ്. നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന നമ്മുടെ വിദേശ നയത്തിൽ പലപ്പോഴും ഒരു ഓരം ചേർന്ന് നിൽക്കുന്നു എന്ന ഒരു വിവേചനപരമായ നിലപാടെടുക്കുന്നു എന്ന ആരോപണം വരുമ്പോൾ ബാലൻസ് ചെയ്ത് പോവുക, കഴിയുന്ന കാര്യത്തിലെങ്കിലും ബാലൻസ് ചെയ്തു പോവുക. ട്രംപിൻ്റെ പ്രസ്താവനകൾക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. അതിനാവശ്യമുണ്ടായിരുന്നോ എന്നത് മറ്റൊരു ചോദ്യമാണ്. അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ത്യ പ്രവർത്തിച്ചു എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. കാരണം റഷ്യയിൽ നിന്നും പൂർണ്ണതോതിൽ ഇറക്കുമതി ഒഴിവായി. പൂർണ്ണതോതിലുള്ള ഇറക്കുമതി ഒഴിവായിട്ടില്ല, ഭാഗികമായി ഇറക്കുമതി ഒഴിവായി. 20% എണ്ണ ഇപ്പോഴും റഷ്യയിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ സൈലൻ്റായി ഇന്ത്യ തങ്ങളുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എക്സസൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. പൂർണ്ണമായി വിജയിക്കുന്നില്ല, ഒരു ശ്രമം നടത്തുന്നു. അത് ആവശ്യമാണ്. അതുകൊണ്ടാണ് പൂർണ്ണമായി ഇപ്പോൾ ഒരു നിലപാടെടുക്കേണ്ടി വരുന്നു. വൈകിയെങ്കിലും ഈ പരമോന്നത നേതാവ്, ഇറാൻ്റെ നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ അതിലുള്ള അനുശോചനം അറിയിക്കാൻ എംബസി വരെ ചെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇറാനിയൻ എംബസിയിൽ ചെന്നു എന്ന് പറയുമ്പോൾ വൈകിയെങ്കിലും ഇന്ത്യ പ്രതികരിച്ചു. അതുകൊണ്ട് പ്രതികരണത്തിൻ്റെ ഘടനകൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തെല്ലായിടത്തു നിന്നും വരുന്നു. അങ്ങനെ കൂടുതൽ പ്രതികരണങ്ങൾ വരികയും ലോക സാമ്പത്തിക രംഗം അട്ടിമറിക്കപ്പെടുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. ഇപ്പോൾ മാറി നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും നേരിട്ടല്ല, സൈനികമായിട്ടല്ല, നയതന്ത്രപരമായി രംഗത്ത് വരേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അതാണ് പ്രതീക്ഷിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പെഷെസ്കിയാനെ നേരിട്ട് വിളിച്ചാണ് അനുശോചനം അറിയിച്ചിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ റഷ്യ കൂടുതൽ പ്രകടമായി തന്നെ ഇറാനൊപ്പം നിലയുറപ്പിക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾ കൂടി നമ്മൾ കാണുകയാണ്. ശ്രീ രഘുനാഥ് നായർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ട് 8 ദിവസമാവുകയാണ്. പക്ഷേ സക്സസർ ആരാണ് എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അത് ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും ആദ്യം തീരുമാനമുണ്ടാകേണ്ടത് ആ കാര്യത്തിലാണ് എന്ന് മതപുരോഹിതർക്ക് നിർദ്ദേശം നൽകേണ്ടി വന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അതിൽ പോലും ഭയമാണ്. പുതിയൊരാളെ തെരഞ്ഞെടുത്താൽ അവരെ വധിക്കുമോ എന്ന ഭയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറാനെ പിന്നോട്ട് വലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്ന്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആഭ്യന്തരമായിട്ടുണ്ടാകുന്ന വിഷയമാണ്. ഫോർത്ത് കോളമിന് വലിയ രീതിയിലുള്ള സന്ദേശം ഇറാൻ തന്നെ നൽകുകയാണ്. ആരെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ വധശിക്ഷ ഉൾപ്പെടെ വിധിക്കുമെന്ന് പറയുന്നു. ഗ്ലോബൽ ഇന്റർനെറ്റ് പൂർണ്ണമായും കട്ടാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ആഭ്യന്തരമായി ഉയരുന്ന ഈ രീതിയിലുള്ള സാഹചര്യങ്ങളെ നേരിടുക, ഒപ്പം തന്നെ അമേരിക്കയുടെ വലിയ സമ്മർദ്ദം, ആക്രമണം, ഇതിനെയൊക്കെ ചെറുക്കുക എന്ന വളരെ സന്നിഗ്ധ ഘട്ടത്തിലാണ്. അവിടെ ഒരു സക്സസറിനെ പോലും അനൗൺസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇറാനെ സംബന്ധിച്ചുണ്ട്. അത് വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ് രേണുക തന്നെ പറഞ്ഞത്. കാരണം ഒരു സക്സസറിനെ അവർക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രഖ്യാപിക്കാനായിട്ട് ഭയമുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ആരാണോ സക്സസറായിട്ട് വരുന്നത് ആ സക്സസറെ ഇവർ കൊല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ ചാരന്മാര് ഇഷ്ടംപോലെ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമാണ്. അപ്പൊ സക്സസറായിട്ട് പുതിയതായിട്ട് വരുന്ന ഒരാള് ഇനി ഒരു പക്ഷേ സമ്പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക് കീഴടങ്ങിയിട്ട് അവർ പറയുന്ന രീതിയിലേക്ക് പോയാലോ എന്നുള്ള ഒരു ഭയം കൂടിയുണ്ട്. മതപൗരോഹിതന്മാർ പറയുന്നുണ്ട് പുതിയ ആളെ വേണമെന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന് പറ്റിയ ഒരാളെ എടുക്കാനായിട്ട് ഒരുപക്ഷെ ആളുകൾ വില്ലിക്കല്ലാന്നും കൂടെ വന്നുകൂടെ കഴിയില്ലല്ലോ. ആളുകൾ ഇപ്പോൾ ഒരു സക്സസറായിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചുമതല ഏറ്റെടുക്കാനായിട്ട് ആളുകൾക്ക് ഭയമുണ്ടാകാനും സാധ്യതയുണ്ട്. അതിന്റെ കൂടെ വേറെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട്, ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞൊരു കാര്യം, അതായത് അന്തർവാഹിനിയെ ഇന്ത്യക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ഇന്ത്യയുടെ പരാജയമല്ല. അതിന്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആധുനിക അന്തർവാഹിനികൾ കടലിന്റെ അങ്ങേയറ്റം അടിത്തട്ടി പോയി കടന്നു കഴിഞ്ഞാൽ ഒരു ഈച്ച പോലും അറിയില്ല. പണ്ടൊക്കെ എന്ന് പറയും അന്തർവാഹിനിയെ ട്രേസ് ചെയ്യാനായിട്ട് സോണാറാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. സോണാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്തർവാഹിനികൾ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ എഞ്ചിനിൽ നിന്നുള്ള സൗണ്ട്, അതുപോലെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു ന്യൂക്ലിയർ അന്തർവാഹിനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ സൗണ്ട് പോലും ഉണ്ടാക്കത്തില്ല. അതിനെ ഒരു മനുഷ്യനും അറിയില്ല. എന്ന് മാത്രമല്ല അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. ഇന്ധനം പോലും ഇല്ലാതെ എത്ര വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയുന്ന അതുപോലെയുള്ള സംവിധാനങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട് എന്നത് നമുക്കും ഒരു ഭീഷണിയാണ്. രേണുക, ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റുള്ള ഓഷ്യൻസിൽ ഇന്ത്യയുടെ അന്തർവാഹിനികളും ഉണ്ട്. ഇന്ത്യയുടെ പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തി മുതൽ 12 നോട്ടിക്കൽ മൈൽ വരെ മാത്രമേ ഉള്ളൂ. അതായത് 22 കിലോമീറ്റർ വരെ മാത്രം ഇന്ത്യയുടെ സമ്പൂർണമായ അധികാര പരിധിയാണ്. അതിൻ്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഇന്ത്യക്ക് അവരെ അറ്റാക്ക് ചെയ്യാം, ഇന്ത്യ കണ്ടുപിടിക്കണം. അവിടെ ആരെങ്കിലും കയറിയിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയമാണ്.
അതിന്റെ പുറത്തേക്കുള്ളത് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത്, അത് നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത് നമ്മുടെ സമ്പൂർണ്ണമായിട്ട് നമ്മുടെ സ്വന്തമല്ല. നമുക്ക് അവിടെ മത്സ്യബന്ധനം നടത്താം, എണ്ണ ഖനനം നടത്താം എന്നല്ലാതെ മറ്റുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്കോ ഒന്നും അതിലെ പോകുന്നത് തടയാനായിട്ട് നമുക്ക് യാതൊരു അവകാശവുമില്ല. ഈവൻ മറ്റുള്ള രാജ്യങ്ങളുടെ മിലിറ്ററി ഓപ്പറേഷൻസ് പോലും അതിലെ നടന്നു എഴുതി ചോദിക്കാനായിട്ട് നമുക്ക് അവകാശമില്ല. നമുക്ക് അവിടെ മത്സ്യബന്ധനവും അത്രേ ഉള്ളൂ. അതുകൊണ്ട് അത് 1% പോലും ഇന്ത്യയുടെ പരാജയമല്ല. കാരണം ഇന്ത്യയുടെ ഇവിടുന്ന് 100-200 നോട്ടിക്കൽ മൈലിന്റെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ചൈനയുടെയും റഷ്യയുടെയും അമേരിക്കയുടെയും ഇന്ത്യയുടെയും എല്ലാവരുടെയും അന്തർവാഹിനികൾ ആ മേഖലയിൽ ധാരാളമായിട്ടുണ്ട്. ഇന്ത്യൻ ഓഷൻ എന്ന പേര് പറഞ്ഞത് കൊണ്ട് അത് സമ്പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്നൊരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്. ശരി, എന്തായാലും എല്ലാ രാഷ്ട്രങ്ങളും വളരെ ജാഗരൂകമാണ്. ലോകക്രമത്തെ ബാധിക്കുന്നുണ്ട്, ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ ആകെ ബാധിക്കുന്നുണ്ട്. ഈവൻ ഇസ്രായേലിന്റെ വരെ സാമ്പത്തിക നില വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ യുദ്ധത്തിന് ശേഷമെന്ന് മനസ്സിലാകുന്നു. അമേരിക്കയുടെ കാര്യത്തിലും അതുതന്നെയാണ്. ഇതുവരെ ചെലവഴിച്ച തുക ഭീമാകാരമാണ്. അപ്പോഴും വെല്ലുവിളി തുടരുകയാണ് ട്രംപിന്റെ വെല്ലുവിളി ഇറാനെ ഇല്ലാതാക്കുമോ എന്നതാണ് പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ച ചോദ്യം. അതെ എന്ന് പറയുന്നു 64% പേർ, ഇല്ല എന്ന് പറയുന്നു 30% പേർ, നിഷ്പക്ഷ അഭിപ്രായം രേഖപ്പെടുത്തിയത് 6% പേർ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഈ രാത്രി നിർണായകമാണ്. ട്രംപിന്റെ ഭീഷണി പ്രകാരമാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാത്തിരിക്കാം. ടൈം ഡിബേറ്റ് പൂർണ്ണമാകും.